ഹലോ എവ്രി വൺ. ഈ ഹലോ എന്ന് പറയുന്ന ഒരു രസമില്ലേ അല്ലേ? അതൊന്ന് മാറ്റി പിടിക്കണം. ആരെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണം എന്തുട്ടാ ആദ്യം പറയേണ്ടതെന്ന്. അപ്പോൾ അടുത്ത സൺഡേ കേട്ടോ. അപ്പോൾ അടുത്ത ഔട്ടിങ്ങിന് വേണ്ടി പോവാണ്. അടുത്ത ആഴ്ച നമുക്ക് ലീവാണ് കേട്ടോ. ഈസ്റ്ററിൻ്റെ ലീവിന് നാട്ടിൽ പോവാണേ. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നിറയെ സൺസ്ക്രീം മാറി കുത്തിയിട്ടാണ് പോണത്. ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞിങ്ങോട്ട് കരിവാളിക്ക് അങ്ങോട്ട് അങ്ങനെ പൊട്ടി എല്ലാം റെഡിയാവൽ കഴിഞ്ഞ്. പിന്നെ എന്നും ഞാൻ മുടി ഇങ്ങനെ അഴിച്ച് പരത്തിയിട്ടിട്ടാണ് കേട്ടോ പോകാറ്. പക്ഷേ ഈ വട്ടം മുടി അഴിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ചു. ചുട്ട് പുകഞ്ഞിട്ട് ഇരിക്കല്ലേ, ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഇതിൽ ഫുള്ളായിട്ടൊന്നും കാണാനില്ല. അപ്പോൾ ഇതിൽ കുറച്ചെങ്കിലും കാണണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ കോസ്റ്റ്യൂം. അപ്പോൾ ഞാനും സ്റ്റെഫിയും കൂടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റെഫി പറയാണ് അവളുടെ കയ്യിൽ 500 ഒരു നോട്ടുണ്ട്, അത് അവൾ ചിലവാക്കൂല എന്നൊക്കെ. അതൊക്കെ നമുക്ക് കണ്ടറിയാൻ എന്തിട്ടുണ്ടാവുകയാണ്. അപ്പോൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഇന്ന് ഓശാന ഞായറല്ലേ, അപ്പോൾ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി, അടുത്തുള്ളൊരു പള്ളിയിലൊക്കെ പോയി. എന്നിട്ടാണ് നമ്മൾ ഊബറിൽ കയറിയത്. അങ്ങനെ ഊബറിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സ്റ്റെഫി, ഇതാണ് ഏഞ്ചൽ. സൂര്യ ഉണ്ട്, അവൾ ഫ്രണ്ടിലാണ് ഇട്ടിരിക്കണേ. അപ്പോൾ അപ്പോഴും ഭയങ്കര ചൂടാണ് കണ്ടോ, വേർത്തൊലിക്കണം, ഇറങ്ങിയപ്പോഴേക്കും വേർത്തൊലിക്കണം. പിന്നെ ബ്ലോക്ക് വന്നു കേട്ടോ. നല്ല വെയിലത്ത് നല്ല ചൂട് കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, നല്ല സുഖമാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡിമാർട്ടിലേക്കാണ് കേട്ടോ വന്നേക്കണേ. എന്നിട്ട് അവിടെ വെച്ച് കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ അവിടെ അധികം ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ. ഇവിടെ കുറേ ടീഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, 99 രൂപയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടീഷർട്ടും കുറച്ച് ടോപ്പൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കുറേ ഷോർട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഈ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂര്യ പോയിട്ടുണ്ടായിരുന്നു. അവൾ വരുന്ന കാണാനല്ലേ, അവളെ നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറേ നേരം നോക്കിയിരുന്നു. ഞങ്ങളുടെയൊക്കെ ഷോപ്പിംഗ് ആദ്യം കഴിഞ്ഞ് അവൾ വരുന്നുണ്ട് വേറെ സന്തോഷം കേട്ടോ എൻ്റെ മുഖത്ത്. അങ്ങനെ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട്, നല്ല ചൂടാണ്, തൊണ്ടയ്ക്ക് തന്നെ വരണ്ട് പോയി. എന്നിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ നമ്മൾ ഊബറിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബസ്സിലൊന്നും പോകാൻ പറ്റില്ല, അത്രയും ബാണ്ടക്കെട്ടുണ്ട്. നമ്മളൊക്കെ കൂടുതൽ നമ്മുടെ ബാണ്ടക്കെട്ടാണ് കേട്ടോ. കണ്ട എത്ര ബാഗാന്ന് നോക്ക്. ഈ ബാഗും അവിടെ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് നമ്മൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റെഫിയുടെ 500, അതിൽ 20 രൂപ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി 500 പൊടിഞ്ഞു. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ച് വന്ന് ഇതായി കമ്പ് പോലെ നിൽക്കുന്നത് ഞാൻ കുട്ടുവിന് വാങ്ങിയ ക്രിക്കറ്റ് ബാറ്റാണ് കേട്ടോ. അവന് ക്രിക്കറ്റ് ബാറ്റ് ഇല്ല, അപ്പോൾ കുറേ നാളായി അവന് വാങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞൊരു ക്രിക്കറ്റ് ബാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുട്ടവിടെ നോക്കിക്കണം, സബ്സ്ക്രൈബ് ആക്കിയിട്ട് പോടാ.